സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുൻപുള്ള ദിവസങ്ങളിലും എല്ലാം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒട്ടാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഏത് വിഷയമാണ്? യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, അതുമല്ലെങ്കിൽ പാലക്കാട് MLA എന്നുള്ളൊരു സ്ഥാനം വഹിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന വിഷയം അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും അതിനെ ഗർഭിണിയാക്കുകയും ചെയ്തതിന് ശേഷം ആ പെൺകുട്ടികൾ വിളിച്ച് ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാവി പോകും എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 30 സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ത്വരയുള്ളൊരു ചാനൽ റിപ്പോർട്ടർ ചാനലായിട്ട് ഞാൻ ഇന്ന് കാണുകയാണ്. മാധ്യമ പാപ്പരാസികൾ അല്ലെങ്കിൽ മഞ്ഞ പത്രത്തിൻ്റെ പരിപാടികൾ ചെയ്യുന്നത് റിപ്പോർട്ടർ ചാനലാണെന്നുള്ളത് ഞാൻ കാണാനിടയുണ്ട്. അത് ഈ കാര്യങ്ങളിൽ കൂടിയാണ്. നമുക്കറിയാം, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സംഭവം ഉണ്ടായപ്പോൾ വേടനെ ചേർത്ത് പിടിച്ചൊരു ചാനലും റിപ്പോർട്ടർ ചാനൽ തന്നെയാണ്. അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരച്ച് കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിന്ന ചാനലും റിപ്പോർട്ടർ ചാനലാണ്. എന്തുകൊണ്ട് ഈ എല്ലാ ദളിതരുടെ കൂടെയും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട എല്ലാ ആളുകളുടെയും കൂടെയും നല്ല രീതിയിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാൻ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടുതൽ ഫണ്ടിങ്ങും വരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുവാനായിട്ട് ഇവർ സ്വയം വിധേയരാവുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളും അല്ലെങ്കിൽ അതിന് മുൻപുള്ള മാസങ്ങളിലുമായിട്ടെല്ലാം ചർച്ചാ വിഷയമായിരുന്നൊരു വ്യക്തിയുണ്ട്. ആരാണ്? നമ്മുടെ കറുത്ത മുത്ത് വേടൻ. ആ വേടൻ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ പ്രതിനിധിയായിട്ട് മുന്നിലേക്ക് നിന്നു. പിന്നീട് അതിനുശേഷം അതിലേറ്റവും കൂടുതൽ മനം നൊന്ത കുരുപൊട്ടിയ ആളുകൾ തന്നെയായിരുന്നു BJP RSS അല്ലേ. അപ്പോൾ ഈ ആളുകൾ വേടനെതിരെ അഴിച്ചുവിട്ട അക്രമവും വേടനെതിരെ പടച്ചുവിട്ട പല ആളുകളെയും അല്ലെങ്കിൽ വേടനെതിരെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് കളിച്ച സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടതാണ്. 4ഓളം വരുന്ന യുവതികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതിയുമായിട്ട് പോയത്. കോടതിയിൽ പോയതിനു ശേഷം അതെല്ലാം മൂഞ്ചി കുത്തി വേറെ സൈഡിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ചൊരു വജ്രായുധം ഏതാണ്? അതായത് എല്ലാം കൊണ്ട് കൊയ്യാൻ നോക്കിയിട്ടും അരിഞ്ഞ് വീഴുന്നില്ല, അല്ലെങ്കിൽ വെട്ടേറ്റ് വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ടെത്തിയൊരു മാർഗം സ്ത്രീ വിഷയം. പണ്ടും ഇന്നും എന്നും ഇവർ കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു സാധനമാണ്. ഒന്നിലും എങ്ങും തൊടാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ എവിടെയോ കിടക്കുന്ന കുറച്ച് സ്ത്രീകളെ, അത് സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അഴിഞ്ഞാടി നടക്കുന്ന കുറേ സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ആളുകൾ ഇവരെ ഇങ്ങനെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും. ഞാനിത് എല്ലാ സ്ത്രീകളെയും ഞാൻ ഇകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അപകീർത്തികരമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. പക്ഷേ ഇവർക്കെതിരെ ആശയം അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ പറയുന്ന വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഈ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരാൾ പോലും നേരെ ചൊവ്വേ നടക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ട്രാൻസ് വുമൺ വന്നിട്ടൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുവാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നുവെന്ന്. അവരെയൊക്കെ കാണുമ്പോഴേ ചോറ് നിന്ന് ജീവിക്കുന്ന നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ എന്തിൻ്റെ കേടാണ്? എത്രയോ നല്ല ആളുകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് രാഹുൽ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ മണ്ണ് വാരി തിന്നാൻ പോകുന്നത്? ഇതൊരു ബോഡി ഷേമിങ്ങോ ഒന്നുമല്ല. പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഉളുപ്പ് വേണം. അല്ലാതെ വന്നിട്ടൊരു വ്യക്തിയെ പറ്റി, ഒരു 35 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ നേതാവിന്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ ഷാഫി പറമ്പിലും ഇവരൊക്കെ രണ്ട് നല്ല നേതാക്കന്മാരാണ്. യുവ നേതാക്കന്മാരിൽ ഏറ്റവും നല്ല നേതാക്കന്മാരാണ്. ന്യൂ ബ്ലഡാണ്, തിളയ്ക്കുന്ന ബ്ലഡാണ്. അപ്പോൾ ഇവരിങ്ങനെ വളർന്നു വരുമ്പോൾ കൂടെ നിൽക്കുന്ന പ്രായം കൂടിയ ആളുകൾക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ കുരുപൊട്ടും. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ കുരുപൊട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഈ ഒരു കാര്യം വന്നപ്പോൾ എല്ലാ തലത്തിൽ നിന്നുള്ള നേതാക്കന്മാരും എല്ലാ തലത്തിൽ നിന്നുള്ള സ്ത്രീകളെയും ഇറക്കിക്കൊണ്ടങ്ങ് സംസാരിക്കുകയാണ്. ശിവൻകുട്ടി പോലും സംസാരിക്കാൻ അദ്ദേഹത്തിന് വയ്യ, എന്നിട്ട് പോലും അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന ഷാഫിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുലിനെതിരെ സംസാരിക്കുകയാണ്. രാഹുലിൻ്റെ MLA സ്ഥാനം കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഘോര പ്രസംഗം നടത്തുന്ന ആളുകളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതേ സംഭവം ഒരു പെൺകുട്ടി നമ്മുടെ മുകേഷ് MLAക്കെതിരെ ഒരു പരാമർശം നടത്തി. അന്ന് എന്തുകൊണ്ട് മുകേഷിനെതിരെ നിങ്ങൾ സംസാരിച്ചില്ല? ഞാൻ ഒരു പാർട്ടിയും അംഗീകരിക്കുന്ന ആളല്ല എന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. അത് BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ഇനി ഏത് പാർട്ടി ആയിക്കോട്ടെ, തന്തയ്ക്ക് പ്രക്കാഴി ഏതവൻ കാണിച്ചാലും ഞാനത് തുറന്ന് പറയുക തന്നെ ചെയ്യും. ഒരുത്തനെ അപ്പപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല, നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്കും ഇല്ല. അപ്പോൾ ആരെന്ത് കാണിച്ചാലും ഞാൻ പറയുമെന്നുള്ളത് ഞാൻ ആദ്യമേ പറയുകയാണ്. അപ്പോൾ ഈ UDF അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു പാർട്ടി
മുകേഷിനെ ചേർത്ത് പിടിക്കുകയും UDFന്റെ ഭാഗത്തേക്ക് ഒരു വിഷയം വന്നപ്പോൾ ഇവരെ ആഞ്ഞടിക്കുകയും ആക്രോശിക്കുകയും ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ രാഹുലിന്റെ വീടിനെതിരെ അതിക്രമം അഴിച്ചു വിടുക, ഇങ്ങനെയൊക്കെയാണ് DYFI പരിപാടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുകേഷിനെതിരെ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണ്? വേടനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു. വേടൻ ഈ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ടും ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും വരുന്ന ഇലക്ഷനിൽ വേടൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടിൽ കൂടി ജയിക്കാമെന്നുള്ളൊരു ഐഡിയോളജി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടും നിങ്ങൾ വേടനെ ചേർത്ത് പിടിച്ചു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വേടനെ വേണമായിരുന്നു. പക്ഷെ രാഹുലിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ വട്ടം ചേർന്ന് നിന്നുകൊണ്ട് ആ രാഹുലിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ മുകേഷിനെതിരെ എന്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല? മുകേഷിനെതിരെ ഒരു തരത്തിൽ നിന്നും മുകേഷിന്റെ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ മുകേഷിനെ ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ ഒന്നും സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ നിലകൊണ്ടില്ല. അതേസമയം UDF ചെയ്തൊരു കളിയുണ്ട്. അതായത് ഇലക്ഷനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം കളിക്കുന്നത്. ഈ UDF ചെയ്തത് ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഈ ഒരു അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ ഈ പാർട്ടി പ്രതിനിധി എന്നുള്ള സ്ഥാനം മാറ്റി, MLA സ്ഥാനം മാറ്റിയിട്ടില്ല. അത് മാറ്റേണ്ട ആവശ്യമില്ലാതെ തന്നെ പാർട്ടിയിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നടക്കുന്ന ഒരു കാര്യം എത്രത്തോളം വസ്തുതയുള്ളൊരു കാര്യമാണ്? ഈ ട്രാൻസ് വുമൺ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ റേപ്പിസ്റ്റാണ്. ഗുരുതര ആരോപണവുമായി ട്രാൻസ് വുമൺ രംഗത്തേക്ക് വന്നു. എന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞു. അയക്കുന്ന മെസ്സേജുകളിലൊക്കെയും അത് വ്യക്തമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അവന്തികയുടെ അനുവാദത്തോടു കൂടി അവന്തിക പറയാൻ പോകുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവന്തികയുടെ മുഖം കാണിക്കുന്നതിനോ അവന്തികയുടെ പേര് പറയുന്നതിനോ അവന്തികയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ശരി, എന്താണ് സംഭവിച്ചത്? നിങ്ങളും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു അവന്തിക? അതെ, ഞാനും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേപ്പ് ചെയ്യണം, എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തുനിന്ന്. അവന്തിക, പക്ഷേ ഈ മെസ്സേജുകളുടെ എന്തെങ്കിലും തെളിവുകൾ അവന്തികയുടെ പക്കലുണ്ടോ? ഇല്ല, അയാൾ എന്നെ വിളിച്ച കോളുകൾ മാത്രമേ ഉള്ളൂ. കോൾ ലിസ്റ്റിൽ മാത്രം വാട്സപ്പിൽ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ. കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല വാട്സപ്പിൽ കോള്. പിന്നീട് എനിക്ക് ടെലഗ്രാമിൽ 1 സെന്റിലാണ് അയാൾ മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ 1 സെന്റിൽ അയക്കുന്ന മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് വാനിഷ് ആയി പോകുന്ന തരത്തിൽ. ആ സമയത്ത് പക്ഷേ പാർട്ടിയുടെ എന്തോ ഒരു ചുമതല വഹിച്ചിരുന്നില്ലേ അവന്തിക? ഇല്ല, ചുമതല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ BJPയുടെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. അവന്തിക BJPയിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ? അതെ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ ഫോൺ സംഭാഷണം നടത്തുമ്പോൾ അവന്തിക BJPയിൽ തന്നെയായിരുന്നു? അതെ, ഞാൻ ഇപ്പോഴും BJPയിലാണ്. അപ്പോഴും BJPയോടുള്ള അനുഭാവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. താങ്കളെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള യൂത്ത് കോൺഗ്രസ് BJPയിൽ പ്രവർത്തിക്കുന്ന അവന്തികയെ കണ്ടില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്തോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാനായിട്ട് ഈ ട്രാൻസ് വുമണിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. വൺ ടൈമിൽ മെസ്സേജ് അയക്കുമായിരുന്നു, പിന്നീട് എന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയി റേപ്പ് ചെയ്യാനായിരുന്നു രാഹുലിൻ്റെ ശ്രമം എന്നുള്ളത്. ഇതിനും മാത്രം ദാരിദ്ര്യം പിടിച്ചവനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് ഞങ്ങളെല്ലാവരും ചിന്തിച്ചു പോവുകയാണ്. ബഹുമാനീയനായ ഡോക്ടർ അരുൺകുമാറെ, ലേശം ഉളുപ്പ് വേണം. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. നിങ്ങളുടെ ചാനൽ സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ്, നീതിക്ക് വേണ്ടി പോരാടുന്ന ആളുകളാണെന്ന് ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴിക അല്ലെങ്കിൽ PR വർക്ക് തന്നെയാണ്. BJPയിലെ ഒരു പ്രതിനിധിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഒരു ഇലക്ഷൻ സമയമായപ്പോഴേക്കും അവരെ പീഡിപ്പിക്കാനായിട്ട് രാഹുൽ ശ്രമിച്ചു. എന്നെ പല സ്ഥലങ്ങളിലേക്കുമൊക്കെ രാഹുൽ വിളിച്ചുകൊണ്ട് പോയെന്ന്. സ്ത്രീകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഓക്കെ, ഇത് രണ്ടുമല്ലാത്ത ഒരാളെ പറ്റി ഇങ്ങനെ ഒരു പരാമർശം വന്നിരുന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പുള്ളിക്കാരുടെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കണ്ണ് നോക്കുമ്പോൾ തന്നെ അറിയാം അത് പച്ചക്കള്ളമാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ളത്. വെറുതെ ആർക്കോ വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ട്രാൻസ് വുമൺ രാഹുലിനെതിരെ ഉന്നയിച്ച പരാമർശങ്ങളിൽ ട്രാൻസ്ജെൻഡർ യുവതി ഉന്നയിച്ച പരാതിയിൽ സത്യം പുറത്തു വരാതെ രാഹുലിനെ തള്ളാനില്ല എന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്വന്തം ആളുകൾക്കിടയിൽ തന്നെയും ഒരു അഭിപ്രായം ഇവർക്കൊപ്പമില്ല. അതായത് ഈ പറയുന്ന അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണിനൊപ്പം ഇല്ല.
അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു യുവാവിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം വേടന്റെ വിഷയത്തിൽ നടന്നത് അത് ശരിക്കുള്ള പെണ്ണുങ്ങൾ തന്നെയായിരുന്നു. ഇതിങ്ങനെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ ഒന്നുമില്ല. ആ വേടൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് വേടനെ കിട്ടാത്തത് കൊണ്ട് 4 പേരിൽ ഒതുങ്ങി നിന്നു. ഇപ്പൊ രാഹുലിനെ കയ്യിൽ കിട്ടിയപ്പോൾ വന്ന കേസുകൾ എത്ര കേസുകളാ? ഒരു യുവതിയാണോ? അല്ല. 2 ആണോ? അല്ല. 3 ആണോ? അല്ല. അതുമല്ലാതെ ട്രാൻസ് വുമണും എത്ര പേരാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്? അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ വന്നു. ഇതേ സംഭവം തന്നെയായിരിക്കും വേടൻ ഇവിടെ ഉണ്ടെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്നൊക്കെയോ തെളിവുകൾ പോലും ഇല്ലെങ്കിലും കുറെ ആളുകളെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാണുന്ന നമ്മുടെ സമൂഹം. അപ്പോൾ ആ രീതിയിലേക്ക് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന അഭിനേത്രി അല്ലെങ്കിൽ അഭിനേതാക്കളാണ് ഈ പറയുന്ന ട്രാൻസ് വുമണും എല്ലാവരും. അത് വേടന്റെ വിഷയത്തിലും ഒരേ കാര്യം തന്നെയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം ഒരേ കാര്യം തന്നെയാണ്. എന്തിനാണ് ഇത്ര പേടി? ഒരാൾ ഉയർന്നു വരുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങളെക്കാളും നന്നായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ളൊരു പേടിയാണോ? വേടൻ വന്നു കഴിഞ്ഞാൽ ഈ കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ ഇന്നലകളിൽ ചെയ്തതും ഇന്ന് ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾ പുതിയ തലമുറയിൽപ്പെട്ട ജനങ്ങൾ അറിയും, അല്ലെങ്കിൽ കുട്ടികൾ അറിയുമെന്നുള്ളൊരു പേടിയാണോ? ഈ പേടിയൊക്കെ തന്നെയായിരിക്കും ഈ പറയുന്ന സ്ത്രീ വിഷയത്തിലേക്ക് ഇവരെ അടിച്ചമർത്താനായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മാർഗമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം അത് തന്നെയായിരിക്കും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദർശവും രാഷ്ട്രീയവും എല്ലാം അടിച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റിയ ആളുകളെ തന്നെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അവന്തിക പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഇവർക്ക് സംസാരിക്കാനുള്ളതെന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച പരാതിയിൽ സത്യം പുറത്തുവരാതെ രാഹുലിനെ തള്ളാനില്ലെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. ആരുടെ ഭാഗത്താണ് സത്യമെന്ന് അന്വേഷണത്തിലൂടെ തെളിയട്ടെ. രാഹുൽ തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ്. പരാതിക്കാരുടെ രാഷ്ട്രീയവും പരിശോധിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമയ പ്രസാദ് 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. BJP പ്രവർത്തക കൂടിയായിട്ടുള്ള അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചൊരു പരാതിയുണ്ട്. ആ പരാതിയെ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് കാണുന്നത്? അതിനെപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? പിന്തുണ എന്ന് പറയുമ്പോൾ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നതൊരു ആരായിരുന്നാലും ശരി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യം അറിയണം. സത്യം അറിയാതെ അതിനെ പിന്തുണയ്ക്കുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും സത്യം അറിയണമല്ലോ. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, ആൾ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് തന്നെ അറിയണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് BJP നേതൃത്വത്തിൻ്റെ ഒരു അറിവോട് കൂടിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അവന്തിക തന്നെ പറയുന്നുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ജില്ലാ പ്രസിഡന്റിനോടാണ് സംസാരിച്ചതെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ബേസിൽ അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിനോട് അറിയണം. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്? സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം താങ്കൾക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു മോശം അനുഭവം അദ്ദേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടായതായിട്ടുള്ള അറിവുണ്ടോ? ഇല്ല, ഇതുവരെയും കമ്മ്യൂണിറ്റിക്കകത്ത് ആരും ഇതുവരെയും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്ത് ഇതുവരെ ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് എന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് പുള്ളിയെ അറിയാം. നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. കാര്യങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. നല്ല രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കണ്ടില്ലേ, 24 ന്യൂസ് വ്യക്തമായിട്ടുള്ള അവതരണം തന്നെ ചെയ്തു. ആർക്കും മുന്നിൽ ആണത്തം പണയം വെക്കാതെ അല്ലെ നട്ടെല്ല് കുമ്പിട്ട് നിൽക്കാതെ തന്നെ ഉള്ളൊരു അവതരണം അവർ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ വിചാരം അവനാണ് കോടതി എന്നാണ്. അവൻ തന്നെയാണ് കോടതിയും, അവൻ തന്നെയാണ് നീതി നടപ്പാക്കുന്നതും, അവരുടെ ആളുകൾ തന്നെയാണ് ജഡ്ജ് എന്നാണ്. അതിന് വേണ്ടിയിട്ട് അവരുടെ റിപ്പോർട്ടറിന്റെ ഏറ്റവും തലമൂത്തപ്പന്മാരെ കൊണ്ട് നിർത്തിക്കൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എടാ, നിനക്ക് നാണം ഉണ്ടോടാ? PR വർക്ക് ചെയ്യാൻ നാണം ഉണ്ടോടാ അരുൺകുമാറെ? നിന്നെപ്പറ്റി പണ്ട് അഖിൽമാരാര് പറഞ്ഞപ്പോൾ പോലും അത് അഖിൽമാരാര് പറഞ്ഞത് വേടന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അഖിൽമാരാരിനെ എതിർത്തു. പക്ഷേ അഖിൽമാരാര് പറഞ്ഞതും ഈ കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സത്യം തന്നെയാണ് അവൻ പറഞ്ഞത്. നീ കാണിക്കുന്ന തന്തയ്ക്ക് വർക്കാഴികയുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നീ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനായിട്ട് ചെയ്യുന്ന ഒരു PR വർക്ക് ഉണ്ടല്ലോ, ഇങ്ങ് എത്താൻ പോകുന്നില്ല അരുൺകുമാറെ. ഇതൊക്കെ എവിടെ നിൽക്കാൻ പോവുകയാണ്? കാരണം ഇവരുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ പറയുകയാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതവും കള്ളത്തരവുമാണെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഞങ്ങൾക്കറിയാം. ഈ പറഞ്ഞ ആളിനെ കണ്ടില്ല, എന്തൊരു സുന്ദരിയാ. അതുപോലെയാണ് അവന്തിക. അപ്പൊ പറയുകയാണെങ്കിൽ രാഹുലുമായിട്ട് അടുത്ത ബന്ധമുള്ളത് ഇവർക്കാണ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പരാതി പറയാനുണ്ടാവില്ലേ? അങ്ങനെ ഈ രാഹുലിന് ഇങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അത് പെണ്ണല്ല ആണല്ല ഏതൊരു വിഭാഗത്തിനോടും താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അപ്പോൾ ഒരു കാരണവശാൽ ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നിയിട്ടില്ല. തോന്നിയത് ആർക്കാണ്? ഈ പറയുന്ന അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണിന് മാത്രമാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് ഇതിലെ സത്യം എന്നുള്ളത്. അപ്പോൾ ഈ കുറെ കാലം ഉമ്മൻചാണ്ടിയായിരുന്നു, സരിതയായിരുന്നു വിഷയം. അതിനുശേഷം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലായി. ഇനി അടുത്തത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പല ആളുകളും ആവും വേടനെയൊക്കെ കൊണ്ടത്. വേട രാഷ്ട്രീയത്തിലല്ല, പക്ഷെ വേടനെയും ഈ പറയുന്നൊരു പ്രതിപട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ ആളുകളെയും ഇതുപോലെ ഇവർ അടിച്ച് തകർത്ത് കളയും. അവരുടെ രാഷ്ട്രീയം ഉന്മൂലനം ചെയ്യും, അവരുടെ രാഷ്ട്രീയം ഇല്ലാതാക്കും, അവരെ ഉന്മൂലനം ചെയ്യും, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ കുടുംബം എല്ലാം തകർത്തെറിയും. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തന്നെ ഇവർ ഈ കാര്യങ്ങൾ കഥകൾ മെനഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുള്ളത് സത്യം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് പോലെ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ
ഈ തെറ്റ് ചെയ്തു എന്ന് മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളാണ് തെറ്റുകാരെങ്കിൽ അല്ലെങ്കിൽ കുറ്റക്കാരെങ്കിൽ അവരും തുല്യരാണ് ഈ നിയമത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ. അതിന് അവന്തികയാണെങ്കിലും അവന്തികയുടെ ആരാണെങ്കിലും ഈ മുന്നിലേക്ക് വന്നിട്ടുള്ള പരാമർശമായിട്ട് വന്നിട്ടുള്ള ആരാണെങ്കിലും ഇവരെല്ലാം ശിക്ഷ അനുഭവിക്കാൻ വിധേയരാണ്. ഇതിനെതിരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായിട്ട് വിമർശനം നടത്തുന്ന ഒരാൾ പോലും ഇതുവരെയും ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ പറയുന്ന കാര്യങ്ങൾ അത്രയും കഴമ്പില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും മുന്നിലേക്ക് വരും. കൊടുക്കാൻ പറ്റുന്ന അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല തെളിയുന്നത് വരെയും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് നമ്മുടെ ഈ ചാനൽ വരികയും ചെയ്യും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേടനെ കണ്ടു, നമ്മൾ വേടനെതിരെയുള്ള അതിക്രമങ്ങൾ കണ്ടു, അക്രമങ്ങൾ കണ്ടു. പിന്നീട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. അവൻ്റെ രാഷ്ട്രീയവും അവൻ്റെ ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിയും ഒന്നായിട്ട് ഇഴ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ BJP ഇല്ല, UDF ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ രീതിയിൽ മുൻപേ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ നല്ല സുന്ദരമായിട്ടുള്ളൊരു ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയേനെ, എത്രയോ നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചേനെ. ഇനിയെങ്കിലും ഈ രീതിയിലുള്ള ഐക്യം എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.